ഓപ്പറേഷൻ മഹാദേവ് നമ്മുടെ അഭിമാനം കാത്ത ഒരു കാര്യം, ഒരു ഓപ്പറേഷൻ കൂടിയാണത്. കാരണം നമ്മുടെ നിരപരാധികളുടെ 26 നിരപരാധികളുടെ ജീവനെടുത്തവരിൽ മുഖ്യ സൂത്രധാരൻ അടക്കമുള്ള 3 പേരെയാണ് നമ്മുടെ സേന മോദിയുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെയാക്കിയത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ആസൂത്രണം? എപ്പോഴായിരുന്നു? എത്ര നാളായിരുന്നു ഇതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു നിരീക്ഷണമൊക്കെ പോയ കാലയളവുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അത് 15 ദിവസത്തോളമായിരുന്നു ആ നിരീക്ഷണം എന്ന് പറയാം. ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എന്തിനാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതാണ് ഇതിലെ ആദ്യ ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നോടിയായി നമ്മുടെ രാജ്യത്ത് നടന്ന വംശഹത്യ, അതായത് അമുസ്ലിം അല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയ, പേര് ചോദിച്ച് പാൻറ്റിൻ്റെ സിബ് അഴിച്ച് നിക്കർ താഴ്ത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തി അവൻ അമുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വെടിവെച്ച് കൊല്ലുന്ന നീചന്മാരെ എങ്ങനെ വകവരുത്തണം? അതായത് നമ്മുടെ സ്ത്രീകളുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ നാട്ടിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടിയാണ്. ഇതിനകത്തൊരു കാര്യം ഞാൻ ഒന്ന് കൂട്ടിച്ചേർക്കാം. അതായത് നമ്മൾ വാരണാസി, കാശിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മഹാദേവ് എന്ന് വെറുതെ പറയില്ല, ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതിന് മുൻപിൽ ചില കാര്യങ്ങൾ പറയും. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ് എന്നാണ് പറയാറുള്ളത്. ആദ്യം പാർവതീപതിയാണ് ഭഗവാൻ. ഇന്ത്യയിലെ ഓരോ സ്ത്രീയും ദേവിയാണ് എന്നാണ് നമ്മളുടെ സങ്കല്പം. ഓരോ സ്ത്രീയും ദേവിയാണ്, മഹാദേവിയായിട്ടാണ് ഓരോ സ്ത്രീയെയും കാണുന്നത്. ആ സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ മഹാദേവൻ എങ്ങനെ പൊറുക്കാൻ കഴിയും? അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ക്കുന്നവരോട്. ഭഗവാൻ സ്വയം കാലഭൈരവനും കാലസ്വരൂപനുമാണ്. ആ ഭഗവാൻ ഇറങ്ങി താണ്ഡവമേ, ഭഗവാന്റെ പ്രണയവും ഇല്ലെങ്കിൽ ധ്യാനവും മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ മഹാസമാധിയിൽ ലോകം മൊത്തം ഒരുപോലെ ഇങ്ങനെ ആനന്ദത്തിലേക്ക് പോകുന്നത് മാത്രമല്ലേ കണ്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് താണ്ഡവം കൂടിയുണ്ട്. ആ താണ്ഡവം ഭഗവാൻ ആടിയതാണ് ഇപ്പോൾ കാശ്മീരിലെ കാട്ടിൽ ചിതറിയ തലയോടുകൾ. ആ തലയുണ്ടല്ലോ, ആ വന്ന ബുദ്ധിയുണ്ടല്ലോ, ഇന്ത്യക്കകത്ത് കയറി എന്തും ചെയ്തിട്ട് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിക്കുന്ന ആ ബുദ്ധി AK-47 കൊണ്ട് ചിതറിച്ച് കളഞ്ഞു. ഞാൻ രാവിലെ സ്റ്റാറ്റസ് ഇട്ടു, ഈ ഇതുങ്ങളൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണെന്ന്. അത് സത്യമാണ്. ഈ ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിലുള്ളതാണ്. ഇന്ത്യക്ക് നേരെ നടത്തിയ ഒരു വംശീയ ആക്രമണമായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ. പ്യൂർലി ഇന്ത്യക്കാരൻ, അതെ അതെ, പ്യൂർലി അങ്ങനെ പറയണം. കാരണം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അതെ, അവരല്ല, ശരിക്കും ഇന്ത്യക്കാരനാണ് എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയ ശേഷം നടത്തിയ ആക്രമണമാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാനാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് തായ്വേരറക്കും. അറുത്തിട്ട് ശിഖരങ്ങൾ വന്ന് നമ്മുടെ നേരെ വീശി വെച്ചിട്ട് ശിഖരങ്ങളാണ് ഇവർ. ആ ശിഖരങ്ങൾ തീർക്കുന്നതിന് മുമ്പ് നമ്മൾ താവേരിറക്കും. അതിനാണ് നമ്മളുടെ മിസൈലുകൾ ചെന്ന് അവരോട് സംസാരിച്ചത്. മിസൈലിൻ്റെ വില ചോദിച്ച പാകിസ്ഥാനിയോട് ഫ്രീ ആണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ ആദ്യം ചെയ്തത് അവരുടെ അടിവേരറുത്തതാണ്. ആ അടിവേരറക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരികളാണ് ഇന്ത്യൻ സൈന്യത്തിലൊപ്പം നിന്ന് കാശ്മീരിലെ ആട്ടിടയന്മാർ. നമുക്കറിയാം, കാർഗിൽ യുദ്ധസമയത്ത് ഈ പറയുന്ന നുഴഞ്ഞു കയറ്റക്കാർ എത്തി എന്നുള്ളത് ഇന്ത്യൻ സൈന്യത്തിന് അടുത്ത് എത്തിച്ചതും ആട്ടിടയന്മാരായിരുന്നു. ലഫ്റ്റനന്റ് കാലി അടക്കമുള്ളവരെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തി. ഇന്നും അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും കിട്ടാതെ അവർ അത്ര ക്രൂരതയാണ് ഇന്ത്യയോട് കാണിച്ചത്. ഈ പറയുന്ന മുജാഹിദുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഭീകരവാദികൾ, ഇന്ത്യൻ മുജാഹിദീൻ അടക്കമുള്ളവരൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഭീകരവാദികളെ അമർച്ച ചെയ്യാനായിട്ട് കശ്മീരികൾ തന്നെയാണ്, അവിടുത്തെ ആട്ടിടയന്മാർ തന്നെയാണ് വിവരം കൊടുക്കുന്നത്. ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളാണ് ഇവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഭീകരർ ഉപയോഗിക്കുന്നത്. ആ സാറ്റലൈറ്റ് ഫോണിൻ്റെ സിഗ്നലുകൾ നിരന്തരമായി വന്നത് നിർണായകമായി. അത് അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയാണ് ഇതെവിടെയാണ് എന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന സൂത്രധാരനടക്കമുള്ളവരെ ലൊക്കേറ്റ് ചെയ്യുന്നത്. സുലൈമാൻ എന്ന് പറയുന്ന ഒരു ഭീകരനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളെന്ന് പറയുന്നത്. അയാളാണ് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. സുലൈമാൻ ഷാ 2023 ഒക്ടോബറിൽ സോനാമാർഗിലെ ടണലിൽ നടന്ന ആക്രമണത്തിലും ഇയാളായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. ഒരു M14 കാർബൈൻ റൈഫിളും 2 AK റൈഫിളുകളും വെടിയുണ്ടകളും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 14 ദിവസം, ഏതാണ്ട് 14-15 ദിവസമായിട്ടാണ് ഈ മേഖലയിൽ സൈന്യം നിരീക്ഷണം ആരംഭിച്ചത്. ഈ പറയുന്ന അൾട്രാ സെറ്റുകളുണ്ടല്ലോ, ഈ പറയുന്ന സാറ്റലൈറ്റ് ഫോണുകൾ, അതിലൂടെ വിവരങ്ങളെല്ലാം ചോർത്തി ഉൾവനത്തിൻ്റെ മേഖലയിലേക്കാണ് ഇവർ ഉണ്ടായിരുന്നതെന്നും ഇവർ മറ്റൊരു ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു.
എന്തായാലും ഇന്ത്യ കൊല്ലുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അടുത്തൊരു ആക്രമണവും കൂടെ നടത്തിയിട്ട് മരിക്കാമെന്നായിരുന്നു ഇവരുടെ കമാൻഡറായിരുന്ന സുലൈമാൻ ഷാ അടക്കമുള്ളവർ. സുലൈമാൻ ഷായുടെ തലയ്ക്ക് നമ്മുടെ പെഹൽഗാം അറ്റാക്കിന് ശേഷം 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയാള് വെറും ഭീകരൻ മാത്രമല്ല, പാകിസ്ഥാന്റെ ഭീകരനാണ്. പാകിസ്ഥാനിലെ കമാൻഡോ ആയിരുന്നു, സൈന്യത്തിലെ കമാൻഡോ ആയിരുന്ന ആളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഭീകരർക്കായി ശ്രീനഗറിലെ ദാര മേഖലയിൽ വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ മൂന്നെണ്ണത്തിനും ഒരു ടെൻറ്റൊക്കെ അടിച്ചിട്ട് വനത്തിനകത്ത് കിടക്കുകയായിരുന്നു, സുഖമായിട്ട് ജീവിക്കാൻ. അവർക്ക് ആവശ്യത്തിന് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആരെന്നുള്ളതിൻ്റെ അന്വേഷണമൊക്കെ ഇനി കൃത്യമായിട്ട് വരും. ഈ പറയുന്ന ഡച്ചിഗാം ദേശീയോദ്യാനത്തിന് സമീപമുള്ള ഹർവാൻ പ്രദേശത്താണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന ഹർവാനിലെ മുൾനാർ പ്രദേശത്ത് തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുന്നതിന് ദൂരെ നിന്ന് 2 റൗണ്ട് വെടിവെച്ചുകൾ കേട്ടതോടെയാണ് ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തിയത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇവർ അവിടെ കൃത്യമായിട്ട് ഇവർക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. സപ്ലൈ മീൻസ് ഇവർക്ക് ഫുഡ് ഐറ്റംസ്, ഇവർക്ക് വേണ്ട ആയുധങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ പറയുന്ന സാറ്റലൈറ്റ് ഫോണിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററികൾ, ഇതൊക്കെ ആരെത്തിച്ചു കൊടുത്തു എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ വനമേഖലയിലേക്ക് വളരെ ദൂരം നടന്നു വരണം, ദുർഘടമായ മേഖലയാണ്, ചെങ്കുത്തായ മലനിരകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഒളിച്ചിരുന്ന് ആക്രമണ പദ്ധതികൾ തയ്യാറാക്കി അടുത്തൊരു ഓപ്പറേഷനും കൂടെ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നിൽപ്പെടുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നിൽപ്പെട്ടാൽ പിന്നെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. തീർത്ത് കെട്ടും. പിള്ളേരുടെ സ്വഭാവം അതാ. മോദി അതുകൊണ്ട് തന്നെയാണ് ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞ്, അപ്പോൾ ഇവർ അല്ലെങ്കിൽ ജയ് ഭവാനി, ജയ് ശിവാജി എന്ന് വിളിച്ചിട്ട് വിളിച്ചാൽ ഹർ ഹർ മഹാദേവ് വിളിക്കുന്നത് നമ്മുടെ മദ്രാസ് റെജിമെൻ്റാണ്. ഹർ ഹർ മഹാദേവ്, അടി കൊല്ലു എന്ന് വിളിക്കും അവര്. അതാണ് അവരുടെ കരുത്തെന്ന് പറയുന്നത്. വീർ മദ്രാസി, അടി കൊല്ലു. ഈ സുലൈമാൻ ഷാ എന്ന് പറയുന്ന ആള് ഒരാക്രമണം 6 ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. 6 ഭീകരാക്രമണത്തിന് അയാള് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പൊ അത്രയേറെ വലിയ ഭീകരനാണ്. അപ്പൊ ഈ ഭീകരനെയാണ് വധിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മറാത്ത റെജിമെന്റും, മദ്രാസ് മാത്രമല്ല കേട്ടോ, മറാത്ത റെജിമെന്റും ഈ പറയുന്ന ഹർ ഹർ മഹാദേവ് വിളിക്കും. അപ്പോൾ ഇവർ നമ്മുടെ മഹാദേവന്റെ അതേ കരുത്തോടു കൂടിയാണ് ചെന്ന് അടിച്ച് തകർത്തത്. അപ്പോൾ ഏറെ നിർണായകമായ ഓപ്പറേഷനാണ്. രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഭീകരരുടെ കാണിച്ചു കൊടുക്കുക. പറയാൻ വന്നത് അവിടെ ചർച്ച കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയത്താണ് കൃത്യമായിട്ടുള്ള മറുപടി എന്നോണം അന്നത്തെ ദിവസം തന്നെ ഈ ഒരു വാർത്ത വരുമ്പോഴേ എന്താ പറയുക, മറ്റുള്ളവരുടെ അച്ചാരം വാങ്ങിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർക്കുള്ള നല്ല ഉത്തമമായിട്ടുള്ള മറുപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, ഈ പറയുന്ന രാഹുൽ ഗാന്ധി 2 തവണയാണ് വാ തുറന്നത്. ഈ അനുശോചനം രേഖപ്പെടുത്താനൊന്നുമല്ല, ഒരു തവണ വാ തുറന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരരെ എന്തുകൊണ്ട് പിടിച്ചില്ല. പിന്നെ ചോദിച്ചു ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു. ഇന്ത്യയുടെ ഒന്നും തകർന്നു, ഈ വിമാനമൊന്നും തകർന്നില്ല. ദുഃഖമായി പോയി. ഇവർക്ക് ദുഃഖമാണെന്ന്. ഇന്ത്യ നശിക്കാത്തതിലും തകരാത്തതിലും ദുഃഖിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുള്ള നാടാണിത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് പ്രിയ, ഇപ്പോൾ എത്ര മിസൈൽ പോയി എന്ന് ചോദിക്കുമ്പോൾ ഈ മിസൈൽ വാങ്ങിയിരിക്കുന്നത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനല്ല. നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതും നമ്മൾ പലതവണ മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നിട്ടാണ് നമ്മളിത് പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കാണാൻ വേണ്ടി പൂത്തിരി കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ലോ, അത് അവരുടെ നെഞ്ചത്തോട്ട് തന്നെ വിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന മിസൈലുകളുടെ എണ്ണം എടുക്കുമ്പോൾ ഈ മിസൈൽ നഷ്ടപ്പെട്ടു, ഇത്രയും പൈസ പോയി എന്നൊക്കെ ഇവർ വാദമുഖങ്ങൾ ഉയർത്തുമ്പോൾ ഈ കാര്യങ്ങൾ എന്തിനു വേണ്ടി എന്നുള്ളത് ചിന്തിക്കാതെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പ്രതിപക്ഷത്തെ കൂടി നമ്മൾ കാണുകയാണ്. വീണ്ടും വീണ്ടും ആണയിട്ട് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മുംബൈ അറ്റാക്ക് നടക്കുമ്പോൾ ആ അറ്റാക്ക് നടന്ന ദിവസം വൈകുന്നേരത്ത് മൻമോഹൻ സിംഗ് വന്ന് നിന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഭീകരതയ്ക്കെതിരെ നമ്മൾ ആഞ്ഞടിക്കണം, നമ്മൾ ഈ പറയുന്ന ഭീകരതയ്ക്കെതിരെ സന്ധി ചെയ്യില്ല, ഇന്ത്യ ഒരിക്കലും ഭയപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് പോയതാണ്. 26/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് കയറി ഇന്ത്യയുടെ എല്ലാ തന്ത്രപ്രധാനമായ മേഖലകൾ മുഴുവൻ അടിച്ച് തകർത്തിട്ടാണ് പോയത്. ഇതുപോലെ പഹൽഗാമിലെ പോലെ അതിർത്തിയുടെ അറ്റത്ത് വന്ന് നിന്നിട്ട് അടിച്ചിട്ട് പോയതല്ല, മതം ചോദിച്ച് കൊന്നതല്ല. അന്ന് കയറി നമ്മുടെ നഗരം, നമ്മുടെ വാണിജ്യ നഗരത്തെ വിറപ്പിച്ചിട്ട് പോയതാണ്. അന്ന് തിരിച്ചടിക്കാൻ കരുത്തില്ലായിരുന്നു. അവരാണ് അന്ന് മുള്ളിക്കൊണ്ട് നിന്നതാണ് പാകിസ്ഥാനുമായിട്ട് പീസ് ടോക്കിന് പോവാം, സമാധാന ചർച്ച എന്തിന്. അപ്പം ഇന്ന് പാകിസ്ഥാൻ, അതായത് ഒരു പൊട്ടന്, ഈ പറയുന്ന ഒരു മന്ദബുദ്ധിയായിട്ടുള്ള, മന്ദബുദ്ധി എന്നല്ല, ഒരു എന്താ പറയുക, ഒരു വികൃത ബുദ്ധിയായിട്ടുള്ളവന്, വികൃതമായിട്ടുള്ള തലച്ചോറുള്ള ഒരുത്തന്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ, ഈ പറയുന്ന മാനസിക രോഗിയായിട്ടുള്ള മതഭ്രാന്തനായിട്ടുള്ളവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അടി ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ മനസ്സിലാവും. നോവും അവൻ്റെ അടുത്ത് കളിക്കാൻ ചെന്നാൽ. ഈ വികല ബുദ്ധിയുള്ളവൻ അങ്ങനെയാണ്. അവർ അടി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, അങ്ങോട്ട് ചെന്നാൽ നോവും. അതുകൊണ്ട് നമ്മൾ അതേ ഈ മൃഗങ്ങളുടെ ബുദ്ധിയാണല്ലോ അത്. അതായത് ഒരു മൃഗത്തിന് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് നമ്മൾ ആക്രമിക്കാൻ വരുന്ന ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ പേടിച്ചാൽ തിരിച്ചു പോകും.
അതുപോലെയാണ് ഭീകരർ. അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് ഈ പറയുന്ന അവർ ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത്, ലിംഗമാണ് അവരുടെ ചിന്താശേഷിയെ നയിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഹൂറിമാരെ സ്വപ്നം കാണുന്നത്. പിന്നെ ആമാശയല്ല, പിന്നെ തലച്ചോറിലേക്ക് പോകുന്ന ഏക സാധനം മദ്യമായിരിക്കും എന്നൊരു സ്വപ്നവും കൊണ്ട് മദ്യപ്പുഴ ഒഴുകുന്നതാണല്ലോ. അപ്പോൾ ഹൂറിയും മദ്യവും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു തലച്ചോറില്ല, അവിടെ ലിംഗമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അടിയാണ് ഏറ്റവും നല്ല ഔഷധം. ആ അടി നരേന്ദ്രമോദി കൊടുത്തു. അത് കൊടുത്തതിൻ്റെ പേരിൽ വേദനിച്ചിട്ട് ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ വേദനിച്ചിട്ട് കാര്യമില്ല, ഇനിയും കൊടുക്കും. അതാണ് ഹർ ഹർ മഹാദേവ് എന്ന് പറയുന്ന വാക്ക്. അത് മഹാദേവൻ്റെ തന്നെ രുദ്രതാണ്ഡവമായിരിക്കും. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടരും.